വന്നിയ അച്ഛൻ, കൊച്ചമ്മ, സഭാ ഭാരവാഹികളെ, അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് സഭാ കമ്മിറ്റി അംഗങ്ങളെ, വനിതാ സംഘം ഭാരവാഹികളെ, ഉണ്ടായിരിക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, യുവ സഹോദരങ്ങളെ, കൊച്ചുകുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. വളരെ സന്തോഷത്തോടും ധന്യതയോടും കൂടെയാണ് ഇന്ന് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നത്. ദൈവിക സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നതിനും അപ്പൻ്റെ കരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കുവാനും ലഭിക്കുന്ന സന്ദർഭങ്ങൾ വിലപ്പെട്ടതാണ്. ഞാനിവിടെ വന്നപ്പോൾ ഓർക്കുകയായിരുന്നു, വനിതാ സംഗമം എന്ന് കൂടുമ്പോൾ എന്ന് ആ ഒരു നിലയിൽ കൂടുമ്പോൾ ഇത്രയും പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും പങ്കെടുക്കുവാൻ താല്പര്യം തോന്നിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ദൈവ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടുന്ന ധന്യ നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്. ചില നാളുകൾക്ക് മുൻപ് ഡിഗ്രി പഠനങ്ങൾ, +2 പഠനം കഴിഞ്ഞ് ബിടെക് പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് സംസാരിക്കുന്നതിനായിരുന്നു. എൻ്റെ മുൻപിൽ വന്നിരിക്കുമ്പോൾ വളരെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു, നിരാശയുടെ അനുഭവത്തിലായിരുന്നു. ഡിപ്രഷന് വേണ്ടി, അത് മാറുന്നതിന് വേണ്ടി ടാബ്ലറ്റ്സ് കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ വിഷാദ മനോഭാവത്തോടുകൂടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, വീട്ടുകാർ പോലുമില്ല, അതായത് അച്ഛനും അമ്മയും പോലുമില്ല. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുണ്ട്, ചേച്ചി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ഇടയ്ക്ക് വീട്ടിൽ വരും. അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. തികച്ചും ആത്മവിശ്വാസമോ ദൈവവിശ്വാസമോ ഇല്ലാത്ത ഒരു കുട്ടി. എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നു, തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല, വെറും 0 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദൈവവുമായുള്ള ബന്ധത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് ചോദിച്ചാൽ അതുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ക്ഷേത്രത്തിൽ പോകുന്ന കുട്ടിയാണ്, പോകാറുണ്ട്, ക്ഷേത്രത്തിൽ പോകാറുണ്ട്. പുറത്ത് അവിടെയെങ്കിലും കറങ്ങി നിൽക്കും, വീട്ടിലേക്ക് ചെല്ലും. എന്നോട് പറഞ്ഞു, ഞാനൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ അതുപോലും തീരുമാനിക്കുന്നത് എൻ്റെ പാരൻസാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് വയ്ക്കും, ഉടൻ തന്നെ പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട് പറയും, അത് നിനക്ക് ചേരുന്നതല്ല, നീ ഇതിൽ ഓവർ സൈസ് ആയിട്ടുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നിനക്ക് അതൊന്നും ചേരുന്നതല്ല, നീ ഇടില്ല. ഒരു പ്രത്യേക ദിവസം അവൾ വീട്ടിൽ പറഞ്ഞു, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ ഇഷ്ടപ്പെടാൻ ആരുമില്ല, എനിക്ക് വളർത്താൻ പെറ്റ്സിനെ വേണം, വളർത്തു മൃഗങ്ങളെ വേണം. അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ പൂച്ചയെ വളർത്തുന്നു, അവൾ കിടക്കുന്ന കട്ടിലിന് തൊട്ടടുത്ത് പട്ടിയെ അവൾ വളർത്തുന്നു. പട്ടിക്ക് ഏത് ഡ്രസ്സ് കഴിക്കണം, പൂച്ചയ്ക്കും ഏത് ഡ്രസ്സാണ് വേണ്ടത്, അതിന് കിടക്കാൻ മറ്റു കാര്യങ്ങളുണ്ട്. തീരുമാനിക്കുന്നത് ഈ ബിടെക് സ്റ്റുഡൻ്റാണ്. മാത്രമല്ല, ഇതിന് ഫുഡ്, ആഹാരം എന്ത് വേണം തീരുമാനിക്കുന്നത് ഇവളുടെ ഉത്തരവാദിത്തമാണ്. അവളുടെ ജീവിതം അവൾക്ക് വേണ്ടി എന്തെങ്കിലും നേടുന്നതിനേക്കാൾ അപ്പുറമായി മൃഗങ്ങളെ സ്നേഹിക്കുക, മൃഗങ്ങളെ വളർത്തുക. എൻ്റെ മുൻപിൽ വന്നിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പാരൻസിനെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മൃഗങ്ങളെ ഞാൻ അധികമായി സ്നേഹിച്ച് വളർത്തിയതിൽ ഒരു മൃഗം ചത്തുപോയപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അവൾ അധികമായി ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ട് അന്നെന്തായാലും ക്രിട്ടിക്കൽ കണ്ടീഷനിലായി, പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന് ഇടയായി തീർന്നു. ഞാൻ ആദ്യത്തെ ദിവസം വിളിച്ചു. വളരെ വിഷാദമായ മുഖത്തോട് വന്ന കുട്ടി. സെൽഫ് കോൺഫിഡൻസ്, സ്വയം ഇഷ്ടപ്പെടുന്നുവോ, സ്വയം വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ കുട്ടി. ദൈവത്തിലുള്ള വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമില്ല എന്ന് പറഞ്ഞ കുട്ടി. രണ്ടാമത്തെ
ടൈം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ നല്ല ചിരിച്ചും കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ടാബ്ലറ്റ്സ് പോലും ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്നു. അവളുടെ മുഖം ഞാൻ ഇന്നും കാണുന്നുണ്ട്. അത്രമാത്രം ആത്മവിശ്വാസത്തോടെ ദൈവവിശ്വാസത്തോടെ എന്നിലെ പ്രതിസന്ധി എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എൻ്റെ ചുറ്റുപാടിൽ നിന്ന് ആരൊക്കെ വിമർശിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള തൻ്റെ ദൃഢനിശ്ചയത്തോടെ അവളുടെ ജീവിതം അവൾക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞു. നമ്മളൊക്കെ ആരാണ്? ഞാൻ സ്വയം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഉത്തരമുണ്ട് അല്ലേ? ഞാൻ ആർക്കും വേണ്ടാത്തവൻ, ഞാൻ ആർക്കും വേണ്ടാത്തവൾ, എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ ശകാരം കേട്ട് ജീവിക്കേണ്ടവൾ അല്ലേ? പ്രത്യേകിച്ച് അമ്മമാർ, വീട്ടമ്മമാർ പറയും ഉള്ള നേരം മൊത്തം അടുക്കളയിൽ മാത്രം അല്ലേ വ്യാപൃതയായി തീരണം. സ്വയം എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ചിലരോട് ഞാൻ ചോദിക്കുന്നു, സ്വയം എത്ര മാർക്ക് കൊടുക്കുന്നു? ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ ഇപ്പോൾ ഉത്തരം പറയാം. ഞാൻ എനിക്ക് എത്ര മാർക്ക് കൊടുക്കും ചോദിച്ചാൽ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? എത്ര കൊടുക്കും? ചിലപ്പോൾ ഉത്തരം 0-ൽ നിന്ന് തുടങ്ങും അല്ലേ? 0, 10, 20 അല്ലേ? ബാക്കി മാർക്ക് എവിടെ പോയെന്ന് ചോദിച്ചാൽ ചിലർ പറയും എൻ്റെ മാർക്ക് ഞാനല്ലേ ഇടേണ്ടത്, മറ്റുള്ളവരാണ്. അതൊരു എക്സ്ക്യൂസാണ്, ഒരു എസ്കേപ്പിസം എന്ന് പറയും, രക്ഷപ്പെടലാണ്. എൻ്റെ മുൻപിൽ വന്നിരുന്ന കുട്ടിയും പറഞ്ഞു, ഞാൻ ചോദിച്ച മോൾക്ക് എത്ര മാർക്ക് കൊടുക്കും? അവൾ പറഞ്ഞു ഞാൻ 0 മാർക്ക്. രണ്ടാമത്തെ ദിവസം അവൾ പറഞ്ഞു, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഞാൻ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ആരാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് അവൾ നേരെ തിരിഞ്ഞു. 50ആയി, പിന്നെ വീണ്ടും 70ആയി, 100ലേക്ക് എത്തിച്ചേർന്നു. 100ലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവളുടെ ആ വേണ്ടാതെ അധികമായി ഗുളിക കഴിക്കുന്ന ടാബ്ലറ്റ്സ് എടുക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഇടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോട് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലെ വിശേഷ നിധിയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലെ വിലയേറിയ മുത്താണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലെ വിശേഷ നിധിയാണ്. നിധി, മുത്ത് എന്ന് പറയുമ്പോൾ നമുക്കുള്ള കാശ് കൊണ്ട് വിലമതിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ ക്വാളിറ്റി ഉള്ളതാണ്. നിധിയാണ് അപ്പൻ്റെ കയ്യിൽ. ആവേരും മുത്തുകളാണ്. പാരൻസ്, പ്രത്യേകിച്ച് പപ്പ അമ്മ മക്കളെ കിട്ടുമ്പോൾ ആദ്യ നാളുകളിലൊക്കെ പറയും, മക്കളെ നീ എൻ്റെ പൊന്നാണ്, നീ എൻ്റെ മുത്താണ്, നീ എൻ്റെ കണ്ണാണ്, കരളാണ്, ചങ്കാണ് അല്ലേ? അല്ലേ? ഒരു 7-8 വയസ്സെത്തുമ്പോൾ എന്താ പറയുക? എന്താ പറയുക? പറയാൻ പറ്റില്ല നമുക്ക് വേർഡ്സ് അല്ലേ? ഇരിക്കുന്ന കൊച്ചു മക്കളോട് ചോദിച്ചാൽ അറിയാം അമ്മ പപ്പ വിളിക്കുന്ന വാക്കുകൾ അവർ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ചർച്ച്, നമ്മുടെ CSC ചർച്ചിലെ സെക്രട്ടറിയാണ് സാർ. ഇപ്പം കാണാൻ നല്ല ഏറ്റവും മീൻസ് നല്ല പേഴ്സണാലിറ്റി ഉള്ള സാർ, നല്ല ഹൈ കുടുംബത്തിൽ നിന്നുള്ള ഒരു സാർ. ഞാൻ സാറേ വിളിച്ചു. എന്നോട് പറഞ്ഞു, കൊച്ചമ്മ എന്നെ സാറേ വിളിക്കരുത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി സാർ? ടോപ്പ് ലെവലിൽ നല്ല ഗവൺമെന്റിൽ നല്ല ജോലിയിരിക്കുന്ന സാർ, സാർ എന്നെ സാറേ വിളിക്കരുത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി സാർ? സാർ ഉടനെ പറഞ്ഞു, എന്നെ കഴുതയെന്നാണ് വിളിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് കുട്ടികളില്ല സാർ. സാർ പറഞ്ഞു, ഞാനൊരു കഴുതയാണ്, കഴുത ആയതുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞു പോലും ലഭിച്ചില്ല. ഞാൻ ചോദിച്ചു സാറെന്തിന് ഒരു കഴുത എന്ന് പറയുന്നത്? സാർ പറഞ്ഞു, എൻ്റെ അപ്പൻ കുഞ്ഞിലെ എന്നെ വിളിച്ചത് കഴുതയാണ്, അതുകൊണ്ട് ഞാൻ ഇന്നും കഴുതയാണ്. ബാഹ്യമായി നോക്കുമ്പോൾ, സഭാതലത്തിൽ നോക്കുമ്പോൾ, സമൂഹത്തിൽ നോക്കുമ്പോൾ, ചുറ്റുപാടുകൾ വീക്ഷിക്കുമ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എന്നെ സാറേന്ന് വിളിച്ച്
വെച്ച് ആദരിക്കരുത്. ഞാനൊരു കഴുതയാണ്. എത്രയോ പേർ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയിൽ പേറി നടത്തുന്നവരുണ്ട്. ഇടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചമ്മ എനിക്ക് കൗൺസിലിംഗ് വേണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫോൺ വഴി തന്നെ അമ്മയോട് സംസാരിച്ചു. അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുഞ്ഞു വാവയ്ക്ക്, ഇളയ മകൾക്ക് 1 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇന്ന് മക്കൾ വളർന്ന് മൂത്ത മകൻ +2 ആയി, രണ്ടാമത്തെ മകൾ 10ാം ക്ലാസ്സിലെത്തി. 2 പേർക്കും എന്നെ വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി, 2 പേർക്കും വേണ്ട എന്ന് പറയുമ്പോൾ അമ്മയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എനിക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ചിലപ്പോൾ ഒരു വീട്ടിൽ മോൻ ചിലപ്പോൾ ആകാശത്തിൽ ചിക്കാനും കാണിച്ചാൽ മോളെങ്കിലും അമ്മയെ ഇഷ്ടപ്പെടും. അമ്മ പറയുന്നു, 2 പേരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല. വീണ്ടും പറഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ മോനെ ഞാൻ വിളിക്കുന്ന വേർഡ്സ്. അമ്മയോട് ഞാൻ ചോദിച്ചു, മോനെ എന്ത് വേർഡ്സാണ് വിളിക്കുന്നത്? മോൻ വീട്ടിൽ കയറി വരുന്നത് അർദ്ധരാത്രിക്ക് ഫ്രണ്ട്സുമായി നടന്നിട്ട് ഈ +2 ടൈമിൽ തന്നെ മദ്യത്തിന് അഡിക്റ്റായി, സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ട്, കൂട്ടുകാരുമായി ഒരുമിച്ച് നടക്കുന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, മോനെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മോനെ ഇഷ്ടപ്പെടുന്നുണ്ട്? മോനെ എന്ത് വേർഡ്സ്, എന്ത് വാക്കുകൾ വിളിച്ചാണ് മോനെ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോഴാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ മോനോട് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അവൻ്റെ വികൃതി കണ്ടപ്പോൾ, അവൻ്റെ ദേഷ്യ സ്വഭാവം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവനെ ഇഷ്ടമില്ലാതെ ഞാൻ അവനെ വിളിക്കുന്ന വേർഡ്സ് എനിക്ക് ഈ ആലയത്തിനുള്ളിൽ ഇരുന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയാം. അമ്മ പറഞ്ഞ വാക്കുകളാണ്, എടാ തെണ്ടി, എടാ അലവലാതി എന്ന് പറഞ്ഞാൽ അവൻ അതേപോലെ ആയിത്തീരും. അവൻ്റെ വീട് ഒരു സുരക്ഷിതത്വം എന്ന് കാണാതെ, അവൻ്റെ അമ്മ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണെന്ന് കാണാതെ അവൻ അലഞ്ഞു തിരിയുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിരുന്നു. വീണ്ടും ഞാൻ ചോദിച്ചു, മോനൊന്ന് പറ്റി, മോളെന്തുകൊണ്ടാണ് മാറുന്നത്? ഇപ്പോഴാണ് അമ്മ പറഞ്ഞത്, എന്തോ മോളെന്നെ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും ഫോൺ വഴി ചോദിച്ചു വന്നപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ ഭർത്താവിൽ നിന്നും കുഞ്ഞിനെ മോൾക്ക് ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ മോളോട് കുഞ്ഞു പ്രായത്തിൽ പറയുമായിരുന്നു, എടീ നിന്നെ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തി. ഇവൾക്ക് അറിവ് പറഞ്ഞു, ഇവൾ വളർന്നു വരുത്തോറും ഈ അമ്മ പറയുന്ന വേർഡ്സ് ഇങ്ങനെയായിരുന്നു. ഈ മോള് അമ്മ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മോള് പറഞ്ഞ സെൻറ്റൻസ് ആയിരുന്നു, എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ല. ഞാൻ വളർന്നു വരുന്ന നാൾ മുതൽ എൻ്റെ അമ്മ പറയുന്ന വേർഡ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയുവാൻ കാരണം, മക്കൾ വളർന്ന് വരുമ്പോൾ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന അന്തരീക്ഷം, കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പരിചയം പലപ്പോഴും മക്കളെല്ലാതാക്കി തീർക്കുന്നു. വളർന്നു വരുമ്പോഴും അവർ ചിന്തിക്കും, ഞാൻ വീട്ടിൽ ഒരു ഭാരമാണ്, ഞാൻ ആർക്കും വേണ്ടാത്തവരാണ്. ഇന്ന് നമ്മുടെ മനസ്സൊന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മിൽ ഒരുപാട് കുറവുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, മറ്റുള്ളവരിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരുപാട് വേദനകൾ ഇന്നും വേറെയാണ് നാം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അതൊക്കെ പാടെ മാറ്റുന്ന ആ സാഹചര്യമാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, തികഞ്ഞ ദൈവവിശ്വാസത്തോടെ ജീവിതം നയിക്കണം എങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ ശോഭിക്കും. ഒലിവ് തൈയുടെ പ്രത്യേകത അറിയാം അല്ലേ? സമൃദ്ധിയുടെ പ്രതീകമാണ്. വളരെ ധാരാളം ഫലം കായ്ക്കുക എന്ന പ്രത്യേകത ഒലിവിന് ഉണ്ട്. 6-7 വർഷമാകുമ്പോൾ ഒലിവ് സാധാരണ നിലയിൽ ഫലം കായ്ച്ചു തുടങ്ങും. കുഞ്ഞുനാളിന്റെ പരിചരണം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടീനേജ് എത്തുമ്പോൾ 16-17 വർഷങ്ങൾ ആകുമ്പോൾ സമൃദ്ധിയായ ഫലം നൽകുന്നു എന്നുള്ളത് ഒലിവിന്റെ പ്രത്യേകതയാണ്.
പിന്നെ അതിനെ തിരിഞ്ഞു നോക്കണ്ട, ധാരാളം ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രത്യേകതയാണ് മക്കൾക്ക് ഉണ്ടാകേണ്ടത്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു കൈകളെ പോലെ ശോഭിക്കും. നമ്മിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയ നമ്മെക്കുറിച്ച് പല രീതിയിൽ വിമർശിക്കുമ്പോൾ, പല രീതിയിൽ പറയുമ്പോൾ, ഞാൻ എന്നോടെടുക്കുന്ന നിലപാടാണ് ഏറ്റവും വേണ്ടത്. സ്വന്തം കുടുംബത്തിൽ അധ്വാനിക്കുമ്പോൾ, സ്വന്തം കുടുംബത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, അഭിനന്ദിക്കുവാൻ ആരും ഉണ്ടാവില്ല, അല്ലേ? വീട്ടിലെ പിതാവ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തിത്വത്തിനുടമയായിരിക്കാം. വീട്ടിലെ അമ്മമാർ ഒരുപാട് അധ്വാനിക്കുന്നവരായിരിക്കാം. പരസ്പരം ഒന്ന് അഭിനന്ദിക്കുവാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ കഴിയാതെ വരും. ഈ അമ്മയെ ഒന്ന് സഹായിക്കുവാൻ, ഒന്ന് കൈത്താങ്ങുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ മക്കൾക്ക് പോലും കഴിയാതെ വരും. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവം, വാടിപ്പോകുന്ന അനുഭവം, പലപ്പോഴും നിരാശപ്പെട്ട് ഞാൻ എനിക്ക് തന്നെ കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഞാൻ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ വിശേഷനിധിയാണ്, വിലയേറിയ മുത്താണ്. നമുക്കറിയാം, നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ദൈവിക ഗുണഗണങ്ങളോടെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മിൽ ഡിവൈൻ ക്വാളിറ്റീസ് ഉണ്ട്, ദൈവിക ഗുണങ്ങൾ ഉണ്ട്. അബ്ദുൽ കലാം പ്രകാരമാണ് പറഞ്ഞത്, ദിവ്യമായ ഒരു അഗ്നിജ്വാലയിൽ ഹൃദയത്തിൽ എത്തിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ തുറന്നു വീഴുന്നത്. ആ അഗ്നിക്ക് ചിറകുകൾ നൽകുവാനും അതിന്റെ നന്മയുടെ തിരിച്ചുകൊണ്ട് ഈ ഭൂതലത്തെ നിറയ്ക്കുവാനും ഉള്ളതാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാം. ദിവ്യമായ ഒരു അഗ്നിജ്വാലയിൽ ഏന്തിക്കൊണ്ട് നാം ഈ ലോകത്തിൽ പിറന്നു വീഴുമ്പോൾ ആ അഗ്നിക്ക് ചിറകുകൾ നൽകുക, ആ നന്മയുടെ തിരിച്ചുകൊണ്ട് അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മിൽ ഉള്ളത്. രവീന്ദ്രനാഥ ടാഗോർ പ്രകാരം പറഞ്ഞു, ചുറ്റുപാടുള്ള അന്ധതയോർത്ത് നീ വിലപിക്കരുത്. ദൈവം നിന്റെ കയ്യിൽ ഒരു ചെറു കൈത്തിരി തന്നിട്ടുണ്ട്, അതെന്നും കത്തിച്ചെടുക്കുക. എന്റെയുള്ള കൈത്തിരി അത് ഞാൻ തനിയെ ഉണ്ടാക്കിയതല്ല. എന്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ മെനഞ്ഞ് ഈ ലോകത്തിലാക്കിയത് മുതൽ എന്നെ തന്നിട്ടുള്ള ഒരു വിശേഷ നിധിയാണ്. പലപ്പോഴും ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു ഗൗരവത നമ്മിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നാം നഷ്ടപ്പെട്ടു പോകുന്നത്. നാം നമുക്ക് തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവിക സാദൃശ്യം, ദൈവിക ഗുണഗണങ്ങൾ. പലപ്പോഴും പലരും പറയാറുണ്ട്, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവനെ അനുഭവിച്ചാൽ തന്നെത്താൻ തെറ്റിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് നാൾതോറും എന്നെ അനുഗമിക്കട്ടെ. പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ ശരീരത്തെ ഞാൻ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, എൻ്റെ രാവിലെ ഭക്ഷണം എപ്പോൾ കഴിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മമാർ പറയും, എത്ര മണിക്കാ പ്രഭാത ഭക്ഷണം? 10 മണി അല്ലേ? 10 മണി 11 മണി കഴിച്ചാൽ കഴിച്ചു, ഇല്ല ഇല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്ലസ് പോയിന്റ് എത്തുമെന്ന് പറയും. നമുക്ക് തോന്നുന്ന പ്ലസ് പോയിന്റ് എത്ര ചായ കിട്ടിയാലും കുടിച്ചോന്ന് നടക്കും, അല്ലേ? മക്കൾക്ക് കൊട്ടുവയ്ക്കുന്ന ചായ മക്കൾ കുടിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ കുടിച്ചോന്ന് നടക്കും, അല്ലേ? ചായയോട് നമുക്കൊരു ഫലമാണ്. ചായ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. ധാരാളം കുടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 10 മണിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, 11 മണിക്കും കഴിക്കില്ല, 12 മണിക്കും കഴിക്കില്ല. കഴിക്കുന്നത് എപ്പോഴായിരിക്കും? ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. അത് കഴിച്ചിട്ട് 4 മണിക്ക് വീണ്ടും ചോറ് കഴിക്കും. പിന്നെ രാത്രി 10 മണിക്ക്, അല്ലേ? വൈകുന്നേരം ചായ കുടിക്കുന്ന എപ്പോഴാണ്? 7 മണിക്ക്, അല്ലേ? എന്തെങ്കിലും സ്നാക്സ് വേണം. ചിലർക്ക് ഡെയിലി കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരം കഴിക്കുന്ന പതിവുണ്ട്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. പ്രഭാത
എപ്പോഴാണ് കഴിക്കേണ്ടത്? എത്ര മണിക്ക്? 8 മണിക്ക്. കൊള്ളാം, കഴിക്കുന്നുണ്ടല്ലേ? 8 മണിക്ക്. ഉച്ചഭക്ഷണം 1 മണിക്ക്. ചിലർക്ക് അത് ടൈം നീട്ടിട്ട് 3 മണിയാണ്. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം ഒരു 7 മണിക്കെങ്കിലും കഴിക്കണം. 7-7:30 അല്ലേ? രാവിലെയുള്ള ഭക്ഷണം ആരെപ്പോലെയാണ് കഴിക്കേണ്ടത്? രാജകുമാരനെ പോലെ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമോ രാജാവിനെ പോലെ. രാത്രിയുള്ള ഭക്ഷണമോ ഒരു ഭിക്ഷക്കാരനെ പോലെ. നമ്മളൊക്കെ തിരിച്ചാണ്. ഭിക്ഷക്കാരൻ കഴിക്കും പോലെ രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് രാജാവ് കഴിക്കും പോലെ കഴിക്കും, രാത്രി രാജകുമാരൻ കഴിക്കും പോലെ വയറ് നിറച്ച് കഴിക്കും, അതോടെ പോയി കിടക്കും. അല്ലേ? തിരിച്ചാണ്. പ്രഭാത ഭക്ഷണം നന്നായി കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുവാൻ ശ്രമിക്കുക, രാത്രി ലഘുവായിട്ടുള്ള ഈ ചോറൊക്കെ ഇപ്പോൾ പറയാറുണ്ടല്ലോ, മിക്കവർക്കും കൊളസ്ട്രോൾ, ഷുഗർ, BP-യുടെ പ്രശ്നമാണ്. ഇടയ്ക്കൊരു ഡോക്ടർ പറഞ്ഞതാണ്, നമ്മൾ രാത്രി ചോറ് നിന്ന് കഴിച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് കൂടും. പക്ഷെ ഒരു 2 ചപ്പാത്തി കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു 3 ദോശ കഴിച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് കുറവാണ്. അല്ലേ? 2 ചപ്പാത്തിക്ക് ഇത്ര മാവ് മതി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചപ്പാത്തി ആക്കുകയോ ദോശയാക്കുകയോ ഇങ്ങനെ ലഘുഭക്ഷണം രാത്രി കഴിക്കുവാൻ പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ എത്ര പേരാണ് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത്? അല്ലേ? ഷുഗർ ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, എത്ര പേർ നോക്കാറുണ്ട്? ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ടോട്ടലി മാറിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്, രോഗങ്ങൾ. അപ്പോൾ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഷുഗർ, കൊളസ്ട്രോൾ, BP ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കൊളസ്ട്രോൾ ഫാസ്റ്റിങ്ങിൽ തന്നെ നല്ല കൊളസ്ട്രോൾ എത്ര ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ എങ്ങനെയാണ്, അത് വ്യക്തമായി നോക്കുന്നത് വേണം. നമ്മളൊക്കെ പറയാറുണ്ട്, വേണ്ട ശരീരത്തെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ദൈവം വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എൻ്റെ ശരീരം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ ശരീരത്തെ തിന്മയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളുണ്ട്. അവരെയാണ് ഉപേക്ഷിച്ചിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തന്നെത്താൻ ത്യജിച്ച്, എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുവാനല്ല പറയുന്നത്, എൻ്റെ ശരീരത്തെ തിന്മയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ തന്നെത്താൻ. സെൽഫ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫ് എന്ന പദത്തിന് അർത്ഥം വൺസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഒരുവന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, ഈഗോ, ഞാനെന്ന ഭാവം, ഇതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നിൽ വിലപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സെൽഫ് എന്ന് പറഞ്ഞാൽ, ബോഡി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ശരീരത്തെ തിന്മയിലേക്ക് നയിക്കുന്ന വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത തീരുമാനങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, അവയെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം വസിക്കുന്ന മന്ദിരമായിട്ട് എൻ്റെ ശരീരത്തെ സൂക്ഷിക്കുവാനുള്ള നല്ല മനസ്സാണ് എന്നിൽ വേണ്ടത്. ഞാൻ എന്നെ എത്രത്തോളം അംഗീകരിക്കുന്നുവോ, ഞാൻ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ, ഞാൻ എന്നെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുവോ, ഇതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ ഉൾക്കൊള്ളുന്നത്. ഇതിനനുസരിച്ചായിരിക്കും എൻ്റെ സഭയിലുള്ളവരെ ഞാൻ ഉൾക്കൊള്ളുന്നത്. അതിനനുസരിച്ചായിരിക്കും എൻ്റെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഞാൻ തയ്യാറാകുന്നത്. പലപ്പോഴും എന്നോടുള്ള വെറുപ്പ് ഞാൻ മറ്റുള്ളവരോട് ആ വെറുപ്പിൻ്റെയും കയ്പിൻ്റെയും അനുഭവത്തിലേക്ക് നയിക്കുന്ന ആ സാഹചര്യം സൃഷ്ടിക്കുന്നു. എന്നോട് തന്നെ ഞാൻ വെറുപ്പ് കാണിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഭാരം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടും വേദനകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്നോട് സംസാരിക്കാൻ കഴിയണം. എനിക്കെങ്ങനെ എന്നോട് സംസാരിക്കാൻ കഴിയാൻ പറ്റും?
അത്യധികമായി ഞാൻ എൻ്റെ ദൈവത്തിന് മുൻസ്ഥാനം നൽകുക. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കേണ്ടത്? ആർക്ക് കൊടുക്കേണ്ടത് സെക്കൻഡ് പ്രയോറിറ്റി? ഇല്ലേ, ഉത്തരവില്ലേ? മോൻ ആർക്ക് കൊടുക്കണം സെക്കൻഡ് പ്രയോറിറ്റി? മാതാപിതാക്കൾക്ക്. മിടുക്കൻ. മാതാപിതാക്കൾക്ക് മതിയോ? മാതാപിതാക്കൾക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആണോ? ആർക്കാ കൊടുക്കേണ്ടത്? അമ്മ. രണ്ടാം സ്ഥാനം ആർക്കാ കൊടുക്കേണ്ടത്? പറഞ്ഞു നോക്കേ. ആർക്കാ കൊടുക്കേണ്ടത്? ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് രണ്ടാം സ്ഥാനം കൊടുക്കണം. ഞാൻ എനിക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാതെ വരുമ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക. എന്നെ അംഗീകരിക്കാതെ, എന്നെ ഇഷ്ടപ്പെടാതെ, എന്നെ ചേർത്ത് കൊള്ളാതെ, എന്നിലുള്ള കുറവുകൾ കണ്ടെത്താതെ ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഈർഷ്യയും കയ്പും സ്വരച്ചേർച്ചയും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. ഈ താതാത്മ്യപ്പെടൽ എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? സിമ്പതി, എമ്പതി. ആരെങ്കിലും വേദനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരുടെയും ദുഃഖത്തിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളാറുണ്ട്. ഒന്ന് കണ്ണുനീർ തൂങ്ങിയിട്ട് കരഞ്ഞിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകും. അത് സിമ്പതിയാണ്. പക്ഷേ എമ്പതി എന്ന് പറയുന്നത് അവരുടെ വേദന എൻ്റെ വേദന ആയിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ വേദനയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. നല്ല ശക്തിയാക്കാൻ ഇങ്ങനെയാണ് ചെയ്തത്. വേദനിക്കുന്ന ഒരുവനെ കണ്ടിട്ട് അവനെ ചേർത്ത് നിർത്തി, അവന്റെ മുറിവുകളൊക്കെ തുളച്ചു, അവന് എന്ത് ആവശ്യമുണ്ടോ അത് ചെയ്യുവാനുള്ള സന്നദ്ധത കാണിച്ചു. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കുക, അവർ വേദനിക്കുന്നത് ആ വേദനയിൽ കണ്ട് സന്തോഷിച്ചുല്ലസിക്കുകയല്ല. അവരുടെ വേദന എൻ്റെ വേദനയായി കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്തുവാനുള്ള വിശാല മനസ്കതയാണ് ഉണ്ടാകുന്നത്. നമുക്കൊക്കെ ഈ എമ്പതി എന്ന് പറയുന്നത് പാടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. എത്രമാത്രം അവരെ ചേർത്ത് നിർത്തുന്നു? ഇടയ്ക്ക് ഞാൻ ഒരു വീട്ടിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ആ വീട്ടിലുള്ള അമ്മ, നല്ല പ്രായമുള്ള 90 വയസ്സുള്ള ഒരമ്മ, അമ്മയെ കിടത്തിയിരിക്കുന്നത് ആ അമ്മയുടെ മകൾ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. അമ്മയുടെ ഈ 90 വയസ്സുള്ള അമ്മയുടെ മകളുടെ മകന്റെ വീടിനോട് ചേർന്ന്, എനിക്ക് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് അറിയില്ല, ആ ഒരു സംഭവം എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാം. ടെറസിന്റെ മുകളിൽ മാറ്റാം, വീടിന്റെ ഏത് എവിടെ വേണമെങ്കിലും അത് വയ്ക്കാം. അങ്ങനെ അത് എടുത്ത് മാറ്റത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് ആ വീട് ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി നോക്കിയപ്പോൾ ആ വീടിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ 90 വയസ്സായ അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ ഷെഡിനകത്ത് ഒരു കിളിവാതിൽ പോലെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. എന്തിനാ? ഈ വീടിനകത്ത് ആ അമ്മയുടെ റൂമിനകത്ത് കയറാൻ ആർക്കും പറ്റില്ല. കാരണം അമ്മ ഒഴിക്കുന്ന യൂറിൻ, മൂത്രം അവിടെ എവിടെയായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്ത് താമസിക്കുന്ന മോന് ഈ അമ്മയെ ഒന്ന് കാണാൻ, അമ്മാമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആഹാരം കൊടുക്കുന്നത് ഈ കിളിവാതിൽ വഴിയാണ്. ഇടയ്ക്ക് ഞാൻ ആ അമ്മയെ നോക്കി പോകുമ്പോൾ നല്ല ശക്തമായ മഴ ഒരു ഞായറാഴ്ച പെയ്തതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. ഞാൻ പോയി അമ്മയുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചു. അമ്മയുടെ നെറ്റിയിലൊക്കെ തടവി. ആ കൈയും നെറ്റിയൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്നു. അമ്മ കാല് വെച്ചിരിക്കുന്ന ഭാഗം അവിടെയും മൂത്രം ഉണ്ട്, അവിടെയും തറയൊക്കെ നല്ല നനവുള്ള പ്ലേസാണ്, സ്ഥലമാണ്. കട്ടിലിന് ഒരു ഷീറ്റ് പോലും ഇല്ല. ഞാൻ ആ അമ്മയുടെ മകൾ തൊട്ടടുത്താണ്. മോളോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ മകളോട് പറഞ്ഞു, എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്, ഒരു വിനയാനിതമായ സമർപ്പണമുണ്ട്. നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലായെങ്കിൽ ഈ അമ്മയെ ഒരു ഓൾഡേജ് ഹോമിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ചുമതല ഞാൻ സ്വീകരിക്കണം. നിങ്ങൾ അതിന് തയ്യാറാണ്. സ്വന്തം മോൾ കേട്ടിട്ട്
വീട്ടിലുള്ള മറ്റു മക്കൾ ഒപ്പിട്ട് തരണം. പക്ഷെ ഒരു മോൻ പത്തനംതിട്ടയാണ്. ഒപ്പിട്ട് തരാൻ അവൻ വിളിക്കുന്നില്ല. അവൻ സ്വന്തം അമ്മയെ നോക്കുന്നില്ല. ഒന്നിത്തിരി അമ്മയെ ഒന്ന് പരീക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയുന്നത്, ഈ അമ്മയ്ക്കും ഈ മകനും കുടുംബത്തിനും ആർക്കും തോന്നുന്നില്ല നാളെ ഇതേ അവസ്ഥ എനിക്കും വരും. എനിക്കും ഇതേ അവസ്ഥ വന്നാൽ എന്നെ നോക്കാൻ ആരുണ്ട് എന്നുള്ള ചിന്ത ഇപ്പോഴേ അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ദുരിതമായ അനുഭവത്തിൽ അമ്മയെ അകറ്റി നിർത്തുന്നതിന് ഇടവരുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, താതാത്മ്യപ്പെടലിന്റെ അനുഭവം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള ആ മനസ്സ് നമുക്കുണ്ടാകുകയുള്ളൂ. എലീശ പ്രവാചകനോട് ശിഷ്യന്റെ ഭാര്യ ഓടിച്ചെന്ന് പറയുകയാണ്, എന്റെ 2 മക്കളെയും കടക്കാർ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. കടൽ നിറഞ്ഞു നിൽക്കുന്നു. എലീശ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവ് നിങ്ങളോടൊപ്പം ദൗത്യം ചെയ്ത ആളാണല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു? എലീശ പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ മക്കൾ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. നിന്റെ പക്കൽ ഉള്ളതിന് എത്രത്തോളം വെറുപാത്രങ്ങൾ വാങ്ങാമോ അത്രത്തോളം വെറുപാത്രങ്ങൾ വാങ്ങി അതിലേക്ക് പകരുക. ചുറ്റുപാടുമായിട്ടുള്ള ബന്ധത്തിൽ എത്ര പേരെ ചേർത്ത് നിർത്തുവാൻ പറ്റുമോ, എത്ര പേരിൽ നിന്നും അവരുടെ റിസോഴ്സ്, അവരുടെ വിഭവങ്ങൾ കൈക്കൊള്ളാൻ പറ്റുമോ, അത്രയും കൈക്കൊണ്ടുകൊണ്ട് അതിലേക്ക് പകർന്നൊഴിക്കുവാനാണ് എലീശ പ്രവാചകൻ പറഞ്ഞത്. അവരിൽ ഉള്ളതിനെ തന്നെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് കടം വീട്ടുവാൻ തയ്യാറായി. നമ്മിലുള്ള വിശേഷ നിധി എന്ന് പറയുന്നത് മറ്റാർക്കും അതിനെ ഏറ്റെടുക്കാൻ പറ്റാത്തതാണ്. ഞാൻ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത്. എന്നിൽ ഇന്ന നിധി കൊണ്ട്, എന്നിൽ ഇന്ന കഴിവുണ്ടെന്ന് വിചിന്തനം ചെയ്യുന്ന ആ ശ്രേഷ്ഠപരമായ മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-1 വാക്യങ്ങളിൽ ഹാഗാർ വീട്ടിൽ നിന്നും തെറ്റി ഓടുവാൻ ശ്രമിക്കുന്നു. അവിടെ ചോദിക്കുകയാണ്, ഹാഗാർ നീ എവിടെ പോകും? ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു? ഹാഗാർ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. എനിക്ക് അവിടെ ഒരു സ്വസ്ഥതയുമില്ല. അതുകൊണ്ടാ ഞാൻ ഇറങ്ങി ഓടുന്നു. തിരിച്ചെത്ത മറുപടി പറഞ്ഞു, നീ എവിടേക്ക് വന്നുവോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുക, കീഴടങ്ങിയിരിക്കുക, വിധേയപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ഉത്ഭവം, അവൾ എവിടെ നിന്ന് വന്നുവോ, അവൾ എങ്ങോട്ട് പോകുന്നു, അവളുടെ ലക്ഷ്യസ്ഥാനം എന്താണോ അത് നിശ്ചയിക്കേണ്ടത് അവൾ തന്നെ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ഹാഗാറിന് ലഭിക്കുന്നത്. സ്വന്തം മിടുക്കും കഴിവും ഉണ്ടായിരുന്നിട്ട് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാതെ തെറ്റുമേറി അലയുന്ന അനുഭവമല്ല വേണ്ടത്. നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരുന്നുകൊണ്ട് എന്നിലുള്ള കഴിവിനെ കണ്ടെത്തുകയാണ് അഭികാമ്യം. ഞാൻ എന്നെ എത്രത്തോളം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് എനിക്ക് 10 മടങ്ങ് വളർന്നു വരുവാൻ കഴിയും. നമ്മളെല്ലാവരും ഒരുപാട് മൈനസ് പോയിന്റ്സും പ്ലസ് പോയിന്റ്സും. മൈനസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇതുവരെയുമുള്ള, നമുക്ക് ഇത്രയൊക്കെ പ്രായമായി, ഇതുവരെയുമുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെയും മറ്റുള്ളവരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, സഭയിലുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ അകറ്റി നിർത്തിയിട്ടുള്ള ഘടകങ്ങൾ അസൂയയാകാം, ഞാനെന്ന ഭാവമാകാം, സ്വാർത്ഥതയാകാം, ശത്രുതയാകാം, ഏതൊക്കെ തലങ്ങളിലുള്ളതാണെന്ന് നാം തന്നെ വിചിന്തനം ചെയ്യുക. ഈ മൈനസ് പോയിന്റ്സിനെ മൊത്തം മാറ്റിയിട്ട് എത്രത്തോളം പ്ലസ് പോയിന്റ്സ് കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കുവാൻ കഴിയുമോ അവിടെയാണ് ഞാനായി തീരുന്നത്. സ്നേഹത്തിൻ്റെ അനുഭവം, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദയയുടെ, ദീർഘക്ഷമയുടെ, പരോപകാരത്തിൻ്റെ, സൗമ്യതയുടെ, ഇന്ദ്രിയജയത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ഫലം
എന്നിൽ വളർന്നു വരുമ്പോൾ എന്നെ കാണുന്നവർക്ക് പറയുവാൻ കഴിയും, ആ അമ്മ, ആ സഹോദരി, ആ പിതാവ്, ആ സഹോദരൻ എത്ര ശ്രേഷ്ഠതയേറിയ മകനാണ്, എത്ര ശ്രേഷ്ഠതയേറിയ മകളാണ്. ഞാനൊരു പ്രത്യേക ചർച്ചിൽ സൺഡേ സ്കൂളിൽ എന്നൊരു അച്ഛൻ്റെ കൊച്ചമ്മോട് ആയതുകൊണ്ട് അച്ഛന് ട്രാൻസ്ഫർ വന്ന പള്ളികളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ് സൺഡേ സ്കൂളിൽ ടീച്ചർ ഇല്ലാത്തപ്പോൾ ക്ലാസ്സിൽ കയറാറുണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫറായി ആദ്യം പോകുമ്പോൾ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു കുട്ടി, അവൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, ചോദ്യം ചോദിക്കുന്നതിന് അധികമൊന്നും അവൻ ഉത്തരം പറയുന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, മോനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ വീഴ്ച നോക്കുക, അല്ലാതെ അവനൊന്നും പറയുന്നില്ല. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിച്ചില്ല. പക്ഷെ രണ്ടാമത്തെ ഞായറാഴ്ച അതേ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ ഉത്തരം പറയാത്ത മോനെ എൻ്റെ അടുക്കലിരുത്തി. മറ്റു കുട്ടികളോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ മോനെ അടുക്കലിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ ശലോമോന്റെ അപ്പന്റെ പേരെന്തോന്നാണ്? അവൻ വിഴിച്ചിരുന്നുകൊണ്ട് പതുക്കെ സാവധാനം വിക്കി ഉത്തരം പറയുവാൻ തുടങ്ങി, ബാബു. വീണ്ടും ഞാൻ ചോദിച്ചു, ബുദ്ധിയുള്ള അമ്മ ആരാണ്? അവൻ വീണ്ടും വിക്കി ഉത്തരം പറഞ്ഞു, എൻ്റെ അമ്മ. വീണ്ടും ചോദിച്ചു, രാജാവ് എവിടെയാണ് താമസിക്കുന്നത്? അവിടെയും അവൻ ഉത്തരം പറയാൻ തുടങ്ങി, അങ്ങ് മണ്ടയിൽ. കൊട്ടാരം എന്ന് പറയാൻ അവൻ അറിഞ്ഞൂടാ, അങ്ങ് മണ്ടയിൽ. പക്ഷേ ആ മോനോട് വീണ്ടും സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, അവൻ വിക്കുള്ളതല്ല, മറ്റുള്ളവർ അവനെ വിക്ക് അടിച്ചേൽപ്പിച്ചു. എപ്പോഴോ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോ, എപ്പോഴോ സ്കൂളിൽ നിന്ന് സംസാരിച്ചപ്പോ, നമുക്കറിയാലോ ഒരാളത് കളിയാക്കുക അല്ലേ? കളിയാക്കി കഴിയുമ്പോൾ അതിങ്ങനെ സ്പ്രെഡാകും. ഈ സോഷ്യൽ മീഡിയാസിൽ പല കാര്യങ്ങൾ വൈറലാകുന്നത് പോലെ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വൈറലാകും. അങ്ങനെ ഈ വിഭജന കുട്ടി വൈറലാകാൻ തുടങ്ങി. എങ്ങനെയാണ്? വിക്കൻ അവന്റെ വിക്ക് മാറ്റിയെടുക്കുവാൻ തീവ്ര ശ്രമം നടത്തി. ആ വർഷം തന്നെ ആ കുട്ടിയെ കൊണ്ട് സഭാ ആരാധനയിൽ വേദഭാഗം വായിക്കുവാൻ അവന് കഴിഞ്ഞു. ഇന്നും അവൻ വിളിക്കാറുണ്ട്, ഇന്നും അവൻ മിടുക്കനാണ്. അച്ഛൻ കൊച്ചമ്മ എന്നൊക്കെ പറയുമ്പോൾ അവനൊരു അഭിമാനമാണ്. ഇന്ന് അവന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന +2 ലെവലിൽ ആരും അവനെ വിക്കൻ എന്ന് വിളിക്കാറില്ല. എൻ്റെ ആത്മാഭിമാനം തകർക്കുന്ന അനുഭവത്തിലല്ല. ഹാഗാറിനോട് ദൈവം പറഞ്ഞു, നീ എവിടെ നിന്ന് വന്നോ അവിടെ തിരികെ പോവുക. നീ നിന്നെ തന്നെ, നിന്റെ കൺട്രോളർ മറ്റാരുമല്ല, ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള ശക്തമായ ദൂതാണ് ഹാഗാറിന് നൽകിയത്. ഹാഗാർ ചിന്തിച്ചോ, ഞാൻ ഇനി യജമാനത്തിയുടെ വാക്കുകേട്ട് അലയുന്നവളായി തീരണം. യജമാനോട് സൈലന്റ് ആയിരിക്കുന്നു. അബ്രഹാം സൈലന്റ് ആയിരിക്കുന്നു. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ഒരു ചിന്തയിൽ ഓടി മറയാൻ ശ്രമിച്ചപ്പോൾ തിരിച്ച് അവിടേക്ക് തന്നെ ചെന്ന് അവളുടെ ജീവിതം പൂർണ്ണമായും അവൾ വിലയിരുത്തിക്കൊണ്ട് നല്ല ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം അവൾക്ക് നൽകി. മറ്റൊരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ മക്കളോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ആരായിത്തീരണം? ഓരോരുത്തരും ഉത്തരം പറഞ്ഞു, എനിക്ക് ടീച്ചറാവണം, എനിക്ക് നഴ്സാവണം, എനിക്ക് ഡോക്ടറാവണം, കളക്ടറാവണം, എഞ്ചിനീയർ ആവണം, എന്തൊക്കെ സമൂഹത്തിൽ ടോപ്പ് ലെവലിൽ പൊസിഷൻ ഉണ്ടോ അതെല്ലാം ആയിത്തീരണമെന്ന് പല കുട്ടികളും പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരു കുട്ടി ഏറ്റവും സൗമ്യനായി, ആരോടും അധികം ഒച്ചയുണ്ടാകാത്ത ഒരു കുട്ടി ലാസ്റ്റിൽ അവൻ പറഞ്ഞു, എനിക്കൊരു നല്ല മനുഷ്യനാവണം. മറ്റു കുട്ടികളൊക്കെ ഡോക്ടറും എഞ്ചിനീയറും സമൂഹത്തിലെ ടോപ്പ് പൊസിഷൻസ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു നല്ല മനുഷ്യൻ ആവണം. എന്നെ ആ ഉത്തരം ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു, മോൻ എങ്ങനെയാണ് വീട്ടിൽ? അമ്മ പറഞ്ഞു, കൊച്ചമ്മ അവൻ മിടുക്കനാണ്. അമ്മയ്ക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവൻ മിടുക്കനാണെന്ന് പറഞ്ഞിട്ടാണ്
കൊച്ചമ്മ, ഞാൻ ഹെൽത്തി വീക്കാണ്, എനിക്ക് ശാരീരികമായ ക്ഷീണങ്ങളുണ്ട്. മൂത്തതിൻ്റെ മകളാണ്. പക്ഷേ എൻ്റെ മകൻ രാവിലെ എനിക്ക് അടുക്കളയിൽ ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മകൻ അടുക്കളയിൽ പോയി തീ കത്തിക്കും. വിറക് പലയിടത്തു നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് വീട്ടിൽ വന്ന് കത്തിക്കുന്നത്. എനിക്ക് പോയി വിറക് ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മോൻ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരും. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് അടുക്കളയിൽ പല കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നത്. എനിക്ക് അതിനും സാധിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ ചെയ്തു തരും. ഇതാണ് അർത്ഥപൂർണമായ സാക്ഷ്യം എന്ന് പറയുന്നത്. ആ മോനെ അറിയാം, ഞാൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയുടെ ഒരു കോണിൽ ആയിരിക്കുമ്പോൾ, എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ പാരൻസിനെ റെസ്പെക്ട് ചെയ്യുക, എൻ്റെ പാരൻസിനെ, എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ ആഗ്രഹിക്കുക, നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക. അവന് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് വിദേശത്ത് ജോലിയിൽ നല്ല മിടുക്കനായി ജോലിയിൽ ആയിരിക്കുന്നു. ഇന്നും കുടുംബക്കാർക്ക്, ഒരു കുടുംബാംഗങ്ങൾക്ക്, പാരൻസ്, അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നല്ലൊരു അത്താണിയായി ശോഭിക്കുവാൻ ആ മകനിലൂടെ കഴിയുന്നു. ഇതൊക്കെയാണ് ജീവിതത്തിലെ സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലെ മൈനസ് പോയിന്റ്സിനെ, വേണ്ടാത്ത കാര്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ആ ഒരു വെപ്പൽ നമ്മിൽ വേണം. ഇടയ്ക്ക് ഞാൻ ഒരു പ്രത്യേക പള്ളിയിൽ പ്രസംഗത്തിലൊക്കെ പോയി ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ MSc കഴിഞ്ഞ പെൺകുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നു. ആ യുവതി എൻ്റെ അടുത്ത് ഓടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് കൊച്ചുമ്മയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിച്ച് വന്നപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം അവളിലുണ്ട്. എന്നോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ വേണം, നല്ലൊരു ജീവിത പങ്കാളി വേണം. അത് കേരളത്തിൽ എവിടെയെങ്കിലുള്ള ആളാകരുത്. ബോംബെയിലോ മദ്രാസിലോ കൽക്കട്ടയിലോ അവിടെ എവിടെയെങ്കിലും, ബാംഗ്ലൂരിലോ അവിടെ എവിടെയെങ്കിലും ജോലിയുള്ള ആളായിരുന്നു. അപ്പനും അമ്മയ്ക്കും ഏകമാണ്. ഞാൻ മോളോട് ചോദിച്ചു, അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന മകൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണം, അടുത്തെവിടെയെങ്കിലും ആയിരിക്കണം. പക്ഷേ മോളുടെ പ്രാർത്ഥന അന്ന് എവിടെയെങ്കിലും ആയിരിക്കണം, വർഷത്തിലൊരിക്കൽ മാത്രം വന്നാൽ മതി, എൻ്റെ പാരൻസിനെ അങ്ങനെ എനിക്ക് കണ്ടാൽ മതി. അതായിരുന്നു അവളുടെ പ്രാർത്ഥന. ഞാൻ മോളോട് പലവട്ടം സംസാരിച്ചു. ഞാൻ മോളോട് പറഞ്ഞു, മോളുടെ ദേഷ്യം ആദ്യം മാറ്റുക, ബാക്കി കാര്യമൊക്കെ ദൈവം തന്നുകൊള്ളും. അവൾ പറഞ്ഞു, എനിക്ക് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ എൻ്റെ പാരൻസ് നിർബന്ധിച്ച് എന്നെ TTC അയച്ചു. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയിരുന്നു. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് ശത്രുത കൂടി. ഞാൻ ഡിഗ്രി TTC സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഉടനെ അതിനെ വലിച്ചു കീറി പപ്പയുടെ അമ്മയുടെ മുമ്പിൽ അതിനെ പല പീസാക്കി എറിഞ്ഞു കൊടുത്തു. അത്രയ്ക്ക് ദേഷ്യമുള്ള കുട്ടിയായിരുന്നു. പിന്നീട് ഡിഗ്രി എടുത്തു, MSc എടുത്തു. എന്നിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദേഷ്യം മാറ്റി. ദൈവത്തിലേക്ക് നോക്കുക, ദൈവത്തിലേക്ക് തിരിയുക. സ്വന്തം ജീവിതത്തിൽ ദേഷ്യമെന്നോ ശത്രുതയുടെ അനുഭവം, അപ്പനമ്മയും തിരിക്കുന്ന അനുഭവം പൂർണ്ണമായും മാറ്റാൻ കഴിയും. അവൾ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ M.Tech കഴിഞ്ഞ ഒരു പയ്യനെ കിട്ടി. ഇപ്പോൾ അവൾ പോണ്ടിച്ചേരിയിൽ അദ്ദേഹം ഡോക്ടറേറ്റും PhD ഒക്കെ എടുത്ത് നല്ല നിലയിൽ ജീവിതം നയിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, എന്നിലുള്ള വേണ്ടാത്ത വശങ്ങളെ വലിച്ചെറിയുക. പ്രായം കൂടുന്തോറും എന്നിലുള്ള തിന്മയായ സ്വഭാവം കൂടിക്കൂടി വരികയല്ല. വേണ്ടാത്തതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നന്മയുടെ അംശങ്ങളായി തീരുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ കഴിയുന്നത്. എപ്പോഴും ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നല്ല ജീവിതത്തിന് ഉടമകൾ ആകുമ്പോൾ യജമാനത്തിയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക എന്നുള്ള ശക്തമായ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഹാഗാർ മടങ്ങി ചെന്ന് അവിടെ നല്ല ജീവിതം നയിക്കുവാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മയായ എല്ലാ ജീവിതചര്യങ്ങളെയും മാറ്റിക്കൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന ആ സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി പത്രത്തിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന വാർത്തയായിരുന്നല്ലോ. പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ
ഒരു ദിവസം തന്നെ ഭിത്തിയിൽ എഴുതി വെച്ചു, ഞാൻ തോറ്റുപോയി. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി എന്ന് എഴുതി വെച്ച ശേഷം അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിട പറയുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി എന്നാണോ പറയേണ്ടത്? അതോ എല്ലാ അർത്ഥത്തിലും ഞാൻ വിജയം വരിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക്, എൻ്റെ ചെറുമക്കൾക്ക്, എൻ്റെ മരുമക്കൾക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ എനിക്ക് തന്നെ അർത്ഥപൂർണമായ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഇടമായെന്ന് ധൈര്യത്തോടുകൂടെ നമുക്ക് പറയുവാൻ കഴിയും. അതാണ് ജീവിതത്തിലെ ശ്രേഷ്ഠകരമായ അനുഭവം. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. എൻ്റെ കുഞ്ഞുനാളിൽ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ദൈവമേ എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്? എന്തിനാണ് ദൈവമേ ഞാൻ ഇത്രയും വേദന സഹിക്കുന്നത്? എന്തിനാണ് ദൈവമേ ഞാൻ ഇത്രയും ദാരിദ്ര്യ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത്? എന്തിനാണ് ദൈവമേ ഞാൻ ഒരു സമാധാനമില്ലാത്ത അനുഭവത്തിലേക്ക് നീങ്ങുന്നത്? എൻ്റെ അപ്പൻ ഇത്തിരി മദ്യപിക്കുമായിരുന്നു. എൻ്റെ അമ്മയെ നന്നായിട്ട് അടിക്കുമായിരുന്നു, മദ്യപിച്ചുകൊണ്ടു. മിക്കവാറും അമ്മയെ അടിക്കാൻ വരുമ്പോൾ ഇടയിൽ പോയി വീഴുന്നത് ഞാനായിരിക്കും. ധാരാളം അടി കുഞ്ഞുനാളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ അടി ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നന്നായി പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് പുസ്തകം തുറന്നു വയ്ക്കുമ്പോൾ അപ്പൻ്റെ ഇങ്ങനെ ഒരു വരവുണ്ട്. അപ്പനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം അന്നത്തെ സാഹചര്യം അതായിരുന്നു. അപ്പൻ്റെ ഇങ്ങനെ ഒരു വരവുണ്ട്, അമ്മയെ അടിക്കും. ഞാനും ഏറ്റുവാങ്ങിക്കൊണ്ട് കരയുന്ന, ചിലപ്പോൾ കരഞ്ഞ് ഞാൻ കിടക്കുന്ന റൂമിൽ അവിടെ തന്നെ പുസ്തകത്തിന്റെ അടുത്ത് കിടന്നുറങ്ങുന്ന എത്രയോ രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളിലും യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങി. അപ്പനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറമായി സ്നേഹത്തോടുകൂടെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനപ്പുറമായി യേശുവുമായുള്ള ബന്ധം വർദ്ധിക്കുവാൻ തുടങ്ങി. എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ യേശുവിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ആ ടീച്ചറിന്റെ വീട്ടിൽ ജനിപ്പിക്കാത്തത്? എന്തിനാണ് എന്നെ ഈ വേദന നിറഞ്ഞ ദാരിദ്ര്യമുള്ള സമാധാനമില്ലാത്ത ഈ വീട്ടിൽ ജനിപ്പിച്ചത്? അന്ന് എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട് യേശുവിനിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന്. ഉത്തരം കിട്ടിയില്ല. പിറ്റേന്ന് ഞാൻ എൻ്റെ അമ്മയും ഒത്ത് യാത്ര ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു പ്രത്യേക കാഴ്ച ദൈവം എന്നെ കാണിപ്പിച്ചു. മറ്റു ദേശത്തിൽ നിന്ന് പലായനം ചെയ്ത് അവിടെ ടാർപ്പ കെട്ടി കിടക്കുന്ന ആദിവാസികൾ, ഒട്ടകൾ എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്നത്, ഇന്ന് ആദിവാസികൾ എന്നൊക്കെ പറയുന്നത്, ആ ഒരു വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെ ഡ്രസ് ധരിക്കാത്ത കൊച്ചുകുട്ടികൾ ഇങ്ങനെ റോഡിലൂടെയും അവിടെയും ഒരു സുരക്ഷിതവുമില്ലാതെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന രംഗം ദൈവം എന്നെ കാണിപ്പിച്ചു. ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിച്ചു, ഇതിനേക്കാൾ മെച്ചമായ ഒരു ജീവിതാനുഭവമല്ലേ ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്? ഇനി വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നടക്കുന്ന ഒരു സുരക്ഷിതത്വമില്ലാത്ത ഈ കുട്ടികളെക്കാൾ മെച്ചമായ ജീവിതാനുഭവമല്ലേ ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്? എൻ്റെ അപ്പനെ ചിലപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അപ്പ മദ്യപിക്കരുത്. എൻ്റെ അപ്പൻ നല്ല അപ്പനാണ്, മദ്യപിക്കരുത്. പലപ്പോഴും ഞാൻ വഴക്ക് പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു, എൻ്റെ അപ്പനും അമ്മയെയും ഞാനിനി വഴക്ക് പറയില്ല. എത്രത്തോളം എന്നെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നതിന് ഇടയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയപ്പോൾ ഉടൻ തന്നെ BD പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഫുൾ ടൈം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിലേക്ക് തിരിയുന്നതിനും ഇടയായിരുന്നു. കുഞ്ഞുനാളുകളിലെ നിങ്ങളുടെ പള്ളിയിൽ അച്ഛനൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ മക്കളുമായി ഒന്ന് സംസാരിക്കുവാൻ, അടുത്തിരിക്കുവാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പെൺമക്കളുമായി അടുത്തിരിക്കുവാൻ, ചേർന്നിരിക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ, അവരുടെ വീട്ടിലേക്ക് പോകുവാൻ, അതായത് മിഷൻ വീട്ടിലൊക്കെ പോകുവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വലിയ ഭാഗ്യമെന്നാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ കണ്ടിരുന്ന എന്നെ
ചിന്തിച്ചു. എൻ്റെ 2 മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ ഒന്നിലും അഹങ്കരിക്കരുത്. കാരണം അച്ഛൻ്റെ മക്കളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അംഗീകാരമാണ്, ഭയങ്കര ചേർത്ത് നിർത്തലാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന അനുഭവം. ഞാൻ പറയും, മക്കളെ എല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ ചേർത്ത് നിർത്തുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അമ്മ പറഞ്ഞ വഴികൾ ഇങ്ങനെയാണ്, പപ്പ പറഞ്ഞ വഴികൾ ഇങ്ങനെയാണ്. ഈ ഒരു ചേർത്ത് നിർത്തേണ്ട അനുഭവം എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും ഓർക്കുക, അത് പാഴായി പോകില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, യേശുവിന്റെ ബന്ധത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, അപ്പൻ തന്നുകൊണ്ടേയിരിക്കും. സ്വസ്ഥതയുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് മതി. ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് മതി. തൊട്ടടുത്തുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവരെ പോലെയാവണം ഇവരെ പോലെയാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദുരിതം പിടിച്ചുള്ള ഒരു ഓട്ടം വേണ്ട. എന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, അപ്പാ എനിക്ക് ഈ ലോകം ശാശ്വതമല്ല, ശാശ്വതമായ നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ചേർത്ത് നിർത്തേണ്ട നല്ല പാതകളെ പിന്തുടരാനുള്ള ത്രാണി, ആ കഴിവ് എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ശാന്തമായി വിലയിരുത്താമോ? നമ്മിലുള്ള മൈനസ് പോയിന്റ്സ്, വേണ്ടാത്ത കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, ഓരോന്നായിട്ട് അക്കമിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ ഓരോന്നായിട്ട് ഉപേക്ഷിക്കാമോ? അസൂയാവുന്ന എന്നെ, സ്വാർത്ഥതയാവുന്ന എന്നെ, ഞാനെന്ന ഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, എപ്പോഴും വാശിയോടെ സംസാരിക്കുന്ന, ദേഷ്യഭാവത്തോടെ ഇടപെടുന്ന എൻ്റെ സ്വഭാവത്തെ മാറ്റി സ്നേഹിക്കുവാനും സമാധാനത്തോടെ ഇടപെടുവാനും സന്തോഷിക്കുവാനും ദീർഘക്ഷമയോടെ മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുവാനും ദയയോടും പരോപകാരത്തോടും വിശ്വസ്തയോടും സൗമ്യതയോടും ഇന്ദ്രിയജയത്തോടുമുള്ള ജീവിതം നയിച്ചുകൊണ്ട് വിശേഷ നിധികളായി വിലയേറിയ മുത്തുകളായി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം വ്യക്തമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ദിവ്യ കൃപയെ ഞങ്ങൾ ശരണപ്പെടുന്നു. അപ്പാ, ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല. എന്നും എന്നും പുഞ്ചിരിക്കുന്ന മനസ്സോടെ എന്നെ എന്നും പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശു കർത്താവെ മുഖാമുഖം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ദിനത്തോടും പ്രാർത്ഥിക്കുവാൻ, വേദപുസ്തക വായനയിൽ മുന്നോട്ട് നിൽക്കുവാൻ, അർത്ഥപൂർണ്ണമായ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കണം. സകല മഹത്വവും അങ്ങേറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റുള്ളവരുടെ ജീവിതാനുഭവമായി ചേർത്ത് ഞാൻ എന്ന ദൈവവചനത്തിൻ്റെ ആളുകളെ സത്യങ്ങളുടെ കൂടെ ചില സന്ദേശങ്ങൾ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ കൂടെ കേൾക്കുവാനായിട്ട് സാധിച്ചു. അതിമനോഹരമായ തരത്തിൽ ജീവിതാനുഭവങ്ങളെ നോക്കി കാണുവാനായി ഞാൻ ആരാണ്, നീ ആരാണ് എന്ന് നോക്കി കാണുവാനായിട്ടുള്ള ആഹ്വാനം ഈ വനിതാ വാരത്തിൻ്റെ അവസാന രാത്രിയിൽ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് നൽകുമ്പോൾ നമുക്ക് തിരികെ നോക്കാം, ഞാൻ ആരാണ്, നീ ആരാണ്. ആ ഒരു തിരികെ നോക്കുന്ന അനുഭവത്തിലൂടെ സ്വയം സുന്ദരിച്ചത് കർത്താവിന്റെ സ്ഥലത്ത് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താം എന്ന അതിമനോഹരമായ തരത്തിൽ തന്നെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മോടൊപ്പം പങ്കുവച്ച പ്രിയപ്പെട്ട പുസ്തകയോടുള്ള സ്നേഹവും ആദരവും ദൈവനാമത്തിൽ ഞാൻ അർപ്പിക്കുന്നുണ്ട്. തുടർന്ന് കഴിഞ്ഞ സമാജമുള്ള ചർച്ച നടക്കുമ്പോൾ സമയത്തിലെടുത്ത തീരുമാനത്തിലൊന്നാണ് ഒരു ഏകദിന കൺവെൻഷൻ നടത്തുക എന്നത്. ആ ഒരു ഏകദിന കൺവെൻഷൻ നടത്തുമ്പോൾ പ്രത്യേക അറിയിച്ചെന്ന് പറയുന്ന ഒരു കാര്യം, വനിതകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വനിതയെ കിട്ടിയാൽ വളരെ ഉചിതം എന്നാണ് തീരുമാനം. പ്രധാനം പലരെയും ക്ഷണിച്ച് അവസാനം
യജമാനന്മാരുടെ